ഹലോ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആർഐയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് കൊണ്ടുവരേണ്ട ഹോസ്റ്റൽ എസെൻഷ്യൽസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ഹോസ്റ്റലിൽ വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, നിങ്ങളിവിടെ ഹോസ്റ്റലിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ റൂമിൽ ഒരു കട്ടിൽ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾക്ക് റൂമിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കുളിക്കാനുള്ള ബാത്റൂം, വാഷ്റൂം, അവിടുത്തെ വെള്ളത്തിന് അവൈലബിലിറ്റി, പിന്നെ 3 നേരത്തെ ഫുഡ്, വൈകിട്ടത്തെ ചായ, പിന്നെ കുടിക്കാനുള്ള വെള്ളം. ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് അവർ ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ റൂമിൽ കറണ്ട് സാധനങ്ങൾ അതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഇനി എന്തൊക്കെ സാധനങ്ങളായിരിക്കും നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ കൊണ്ടുവരേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് എസെൻഷ്യൽസ് കൂടാം കുറയാം, അത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു പിക്ചർ മാത്രമാണ് പറഞ്ഞത്. ഇത്രയും സാധനങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നിങ്ങളിവിടെ വരുന്ന സമയത്ത് ആദ്യം ഞാൻ പറയട്ടെ, ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പ്ലേറ്റ് ഉണ്ടാവണം, ഗ്ലാസ് ഉണ്ടാവണം, സ്പൂൺ ഉണ്ടാവണം. പിന്നെ ഇതിന് കൂടെ നിങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള ജഗ്ഗോ അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലോ കരുതുന്നത് നന്നായിരിക്കും. ഇത്രയാണ് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ. പിന്നെ നിങ്ങൾക്ക് ഫുഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കുറച്ച് ഇൻസ്റ്റൻറ്റ് സ്നാക്സോ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. കാരണം ഞാൻ വന്ന സമയത്ത് ഞാൻ ഇതൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അതിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചതുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ കരുതുക. പിന്നെ നമുക്കിവിടെ ഹോസ്റ്റലിൽ ഇൻഡക്ഷൻ കുക്കർ പൊതുവേ അലൗഡ് അല്ല, എങ്കിലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യാം. അപ്പം അത്യാവശ്യമുള്ളവർ ഒരു ഇലക്ട്രിക് കെറ്റിലോ അല്ലെങ്കിൽ മൾട്ടി കുക്കറോ കരുതുന്നത് നന്നായിരിക്കും. മൾട്ടി കുക്കർ അലൗഡ് ആണ്, അതിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുക്ക് ചെയ്യാനും ബോയിൽ ചെയ്യാനും ഒക്കെ പറ്റും. ഇനി അറ്റ്ലീസ്റ്റ് നിങ്ങൾ വെള്ളം ബോയിൽ ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക് കെറ്റിലെങ്കിലും കയ്യിൽ കരുതുക. കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് ആറോ വാട്ടർ ആയിരിക്കും, തിളപ്പിച്ചാറിയ വെള്ളമല്ല. അതുകൊണ്ട് വെള്ളം ബോയിൽ ചെയ്യാനുള്ള ഒരു ഇലക്ട്രിക് കെറ്റിലെങ്കിലും മസ്റ്റായിട്ട് കരുതുക. പിന്നെ നമ്മൾ വരുന്ന സമയത്ത് റൂമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കട്ടിൽ, പിന്നെ മേശ, കസേര അതൊക്കെ ഉണ്ടാവും. കട്ടിലാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കിടക്കാനുള്ള ബെഡ്, പില്ലോ, ബെഡ്ഷീറ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങണം. ഇനി ബെഡും പില്ലോയും ഒക്കെ വീട്ടിൽ നിന്നേ എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മളിവിടെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് തന്നെ അവിടെ ഒരു ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെഡും പില്ലോയും ഒക്കെ വാങ്ങാൻ കിട്ടും. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരുപാട് മലയാളികളുടെ കട അവിടെയുണ്ട്. അവിടുത്തെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും ആ ഷോപ്പിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ബെഡും പില്ലോയും എസെൻഷ്യൽസും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബക്കറ്റ്, 1-2 ബക്കറ്റ്, മഗ്, ഈ സാധനങ്ങളൊക്കെ വാങ്ങണം. ഇനി പഠിത്തം റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ടുള്ള നോട്ട്ബുക്സ്, പിന്നെ പെൻസിൽ, കളേഴ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ താല്പര്യമുള്ളവർ വീട്ടിൽ നിന്ന് കൊണ്ടിരിക്കുക. അതല്ല എങ്കിൽ ഇവിടെ വന്ന ശേഷം നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ 1-2 ഷോപ്പുകൾ, മാർക്കറ്റുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു കോളേജിന്റെ ക്യാൻറ്റീൻ ഉണ്ട്, അവിടേക്ക് നിങ്ങൾക്ക് നല്ല വില കുറഞ്ഞ് റെക്കോർഡ്സും നോട്ട്ബുക്സും സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടും. അപ്പം ഒന്നുകിൽ ഇവിടെ വന്നിട്ട് വാങ്ങും, അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നേ കൊണ്ടുവരിക. ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ കെയർ പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അതുമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോപ്പ് ഉണ്ടാവില്ലേ, ചിലരുടെയൊക്കെ സ്കിൻ ടോണിന് ചില പ്രത്യേക തരത്തിലുള്ള സോപ്പ് മാത്രമായിരിക്കും അഡ്ജസ്റ്റ് ആവുന്നത്. അപ്പം ഇങ്ങനെ നിങ്ങൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് മിനിമം 1 മാസത്തേക്കുള്ളതെങ്കിലും കരുതിയിട്ട് വരിക. ഈ വക സാധനങ്ങളൊക്കെ 1 മാസത്തേക്കെങ്കിലും കയ്യിൽ കൊണ്ടുവരിക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല ഇവിടുത്തെ പുറത്തുള്ള ഷോപ്പുകളിൽ ഇത് എത്രത്തോളം അവൈലബിൾ ആണ്, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ എത്രത്തോളം അവൈലബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വന്ന ശേഷം ഇവിടുത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ബാക്കി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ അത് ഇവിടുന്ന് വാങ്ങണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. വരുന്ന സമയത്ത് ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർ ഈ പറഞ്ഞ മെഡിസിനും സാധനങ്ങളും ഒക്കെ 1 മാസത്തേക്കുള്ളതെങ്കിലും മിനിമം കൊണ്ടുവരിക. പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ കറണ്ട് പോകുന്ന ഇഷ്യൂസ് സാധനങ്ങളൊന്നും ഇല്ല. ഇനി വേണം എന്നുള്ളവരാണെങ്കിൽ ഒരു കുഞ്ഞു ടോർച്ചോ അല്ലെങ്കിൽ ഒരു എമർജൻസിയോ, ഇനി അതും അല്ലെങ്കിൽ മെഴുകുതിരി, തീപ്പെട്ടി വക സാധനങ്ങളൊക്കെ കൊണ്ടുവരാം. താല്പര്യമുള്ളവർക്ക് മാത്രം, നിർബന്ധമില്ല. അപ്പം ഈ വക സാധനങ്ങളൊക്കെയാണ് ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ കൊണ്ടുവരേണ്ടത്. പിന്നെ മസ്റ്റായിട്ട് നിങ്ങൾ സ്വെറ്റർ, സോക്സ് ഇത് രണ്ടും കരുത്. കാരണം ഇവിടെ തണുപ്പ് കാലമായി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് രാത്രിയിലൊക്കെ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് സ്വെറ്റർ ഇല്ലാതെ അല്ലെങ്കിൽ കമ്പിളി ഇല്ലാതെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയില്ല. അപ്പം സ്വെറ്ററും സോക്സ് അതല്ലെങ്കിൽ ഒരു കമ്പിളി പുതപ്പ് മസ്റ്റായിട്ട് കൊണ്ടുവരിക, മറന്നു പോകരുത്. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സ് സാധനങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊണ്ടുവരിക. അപ്പം ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾ വരുന്ന സമയത്ത് മറക്കാതെ കൊണ്ടുവരേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ഒരു സ്നാക്സോ അല്ലെങ്കിൽ ഫുഡ് ഐറ്റംസോ നിങ്ങൾ കയ്യിൽ കൊണ്ടുവരുന്നതും അതേപോലെ ഒരു ഇലക്ട്രിക് കെറ്റിൽ കരുതുന്നതും ഞാൻ എന്തുകൊണ്ടും അപ്രീഷിയേറ്റ് ചെയ്യും. കാരണം ഇത് ഞാൻ വളരെയധികം സ്കിപ്പ് ചെയ്ത ഒരു പോർഷനാണിത്. എനിക്കതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായ ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഞാനത് പ്രിഫർ ചെയ്യും. അപ്പം നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് നിങ്ങളത് കൊണ്ടുവരാതിരിക്കുക. അപ്പം ഇതിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വരാതിരിക്കാം. അപ്പം അതൊക്കെ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടുവരേണ്ട എസെൻഷ്യൽസ് എന്താണ്, അല്ലാത്തത് എന്താണെന്നൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ് ചെയ്ത് പോയാലും വരീഡ് ആവേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങൾക്ക് ഇവിടെ പരിചയമുള്ളവരുടെ അടുത്ത് വന്ന് സംസാരിക്കാം. അവർ നിങ്ങൾക്ക് ഷോപ്സ് പറഞ്ഞു തരും. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം വാങ്ങാവുന്നതേ ഉള്ളൂ. അപ്പം അതിനെക്കുറിച്ച് വരിയുടെ ആവേണ്ട കാര്യമേ ഇല്ല. അപ്പം അത്രേ ഉള്ളൂ. ഒരു ബ്രീഫായിട്ട് ഹോസ്റ്റൽ എസെൻഷ്യൽസ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സാധനങ്ങളോ ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.